മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയ വാർത്തയിലേക്കാണ്. രാജ്യ അതിർത്തിയിൽ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ. രജൌരി സെക്ടറിൽ പാക് ഡ്രോണുകൾ കണ്ടെത്തി. ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടതായാണ് വിവരം. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വീണ്ടും രാജ്യാതിർത്തിയിൽ പ്രകോപനവുമായി പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു. എങ്ങനെയായിരിക്കും ഭാരതം ഇതിനെ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നത്? ഈ ഡ്രോണുകൾ പാകിസ്ഥാനതാണെന്ന് എങ്ങനെയാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്? ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അശ്വതി, പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും തുടർച്ചയായ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും പാകിസ്ഥാന്റെ ഡ്രോണുകൾ രാജ്യാതിർത്തിയിലെത്തി എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇതാ ഇപ്പോൾ രജൌരി സെക്ടറിൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ എത്തി എന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചു. അതിൽ പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. നിലവിൽ അത് പാക് ഡ്രോണുകളാണ് എന്ന് ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് രഹസ്യാന്വേഷണ നീക്കങ്ങളുടെ ഭാഗമായാണോ അതോ ഇന്ത്യൻ ട്രൂപ്പ് മൂവ്മെന്റിന്റെ പരിശോധനകൾ നടത്താനാണോ, എന്തിനാണ് ഈ ഡ്രോണുകൾ എന്നുള്ളത് പരിശോധിച്ചു വരികയാണ്. സാധാരണഗതിയിൽ ഈ മഞ്ഞുകാലമായി കഴിഞ്ഞാൽ അതിർത്തി മേഖലകളിൽ കുറച്ച് ശാന്തത കൈവരാറുണ്ട്. പക്ഷേ ഇത്തവണ അതില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇരു രാജ്യങ്ങളും കനത്ത ജാഗ്രതയിലാണ് അതിർത്തിയിൽ എന്ന് പറയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ കരസേനാ മേധാവി ചൂണ്ടിക്കാണിച്ചിരുന്നു, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, ഏത് നിമിഷവും വലിയ തിരിച്ചടി പാകിസ്ഥാന് നൽകാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് രജൌരി സെക്ടറിലെ ഈ ഡ്രോൺ വാർത്ത വരുന്നത്. ഒരു തവണയല്ല, ഇത് തുടർച്ചയായ രണ്ടാം തവണയാണ് പാക് ഡ്രോണുകൾ കണ്ടെത്തുന്നത്.